അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ശവ്വാൽ മാസത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സൂറത്തുൽ ഫത്ഹിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മഹത്വത്തെക്കുറിച്ചിട്ടാണ്. സൂറത്തുൽ ഫത്ഹിനെ ഈ പറയുന്ന രീതിയിൽ ആരെങ്കിലും ഓതിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ മരണം വരെ അവൻ ഒരു പ്രയാസവും ഒരു ദുഃഖവും ഒരു വിഷമവും അനുഭവിക്കുകയില്ല. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ നിത്യമായിട്ടും പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. പല പ്രയാസങ്ങളും പല ദുഃഖങ്ങളും പല വിഷമങ്ങളിലൂടെയുമാണ് നമ്മൾ നമ്മുടെ ജീവിതം ഓരോ ദിവസവും എണ്ണിക്കഴിയുന്നത്. എന്നാൽ എല്ലാ മനപ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും എത്ര വലിയ വിഷമങ്ങളുണ്ടാക്കുന്ന സംഭവങ്ങളിൽ നിന്നും എത്ര വലിയ മാറാ രോഗങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സൂറത്തുൽ ഫത്ഹിനെ ഈ പറയുന്ന ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു പ്രയാസത്തിൽ നിന്നും അല്ലാഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തുകയും മരണം വരെ നിങ്ങൾ പ്രയാസം എന്താണെന്ന് അറിയുകയും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാവുന്നതാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമോ ദുഃഖമോ കഷ്ടപ്പാടുകളോ ഉണ്ടെങ്കിൽ സൂറത്തുൽ ഫത്ഹിനെ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമുഅ നിസ്കരിച്ചതിന് ശേഷം, പുരുഷന്മാർ ജുമുഅ നിസ്കരിച്ചതിന് ശേഷവും സ്ത്രീകൾ ളുഹർ നിസ്കരിച്ചതിന് ശേഷവും സൂറത്തുൽ ഫത്ഹിനെ 7 വട്ടം ഓതുക. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും നിങ്ങൾ ളുഹർ നിസ്കരിച്ചതിന് ശേഷമോ സുബ്ഹിക്കോ മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷമോ 7 വട്ടം സൂറത്തുൽ ഫത്ഹിനെ ഓതുക. ഒരു ദിവസത്തിൽ 7 വട്ടം സൂറത്തുൽ ഫത്ഹിനെ ഓതിയതിന് ശേഷം 486 വട്ടം യാ ഫത്താഹു യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെയും ചൊല്ലുക. ശേഷം നിങ്ങൾ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇങ്ങനെ അടുത്ത വെള്ളിയാഴ്ച ജുമുഅ കഴിയുന്നത് വരെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങളുടെ പ്രയാസം, നിങ്ങളുടെ ദുഃഖം, നിങ്ങളുടെ വിഷമം, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് കട്ടിയുള്ള എത്ര വലിയ കഠിനമായ പ്രയാസമാണെങ്കിലും രോഗമാണെങ്കിലും ദുഃഖമാണെങ്കിലും കഷ്ടപ്പാടുകളാണെങ്കിലും അല്ലാഹു തആല നിഷ്പ്രയാസം നിങ്ങളിൽ നിന്നും അത് ഇല്ലാതെയാക്കും, അത് എടുത്തു കളയും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ഓരോ ദിവസവും 7 വട്ടം സൂറത്തുൽ ഫത്ഹിനെ ഓതുകയും അതുപോലെ 486 വട്ടം യാ ഫത്താഹു യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ നിങ്ങൾ ചൊല്ലുകയും ശേഷം കൈകൾ ഉയർത്തി റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ എല്ലാ രോഗങ്ങളെയും പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അസ്സലാമു അലൈക്കും.